അതെ, അമ്മ കുറേ നാളായിട്ട് പറയുന്നുണ്ട് കണക്റ്റ് വർക്ക് ചെയ്തിട്ടുണ്ടോയെന്ന്. വേറൊന്നുമല്ല, 18നും 25 വയസ്സിനും ഇടയിലുള്ള എല്ലാ പഠിക്കുന്ന കുട്ടികൾക്കും CMൻ്റെ വക മാസം 1000 രൂപ സ്കോളർഷിപ്പ് കിട്ടുന്നൊരു സ്കീമാണ് കേട്ടോ ഇത്. എന്നാൽ എനിക്ക് തോന്നുന്നു ഏറ്റവും താമസിച്ചറിഞ്ഞത് ഞാനായിരിക്കും. അപ്പോൾ അതിൻ്റെ കുറച്ച് പേപ്പറൊക്കെ ഇന്നാണ് ഞാൻ ശരിയാക്കിയത്. അങ്ങനെ ഒന്നും നോക്കിയില്ല, എല്ലാം ശരിയാക്കിയിട്ട് നേരെ നമ്മൾ അക്ഷയ സെൻറ്ററിലോട്ട് വിട്ടിട്ടുണ്ട്. പൊതുവേ നമ്മൾ അക്ഷയ സെൻറ്ററിൽ ചെന്നുള്ള കാര്യം പറയണ്ടല്ലോ, നമ്മൾ പോസ്റ്റ് അടിച്ചൊരു വിധമാവും. അക്ഷയ സെൻറ്ററിൽ ചേച്ചിമാരെന്ന് വെച്ചാൽ അവിടുത്തെ ദൈവങ്ങളാണ്. അതുകൊണ്ട് നമ്മൾ കാത്ത് തന്നെ നിൽക്കണം. അങ്ങനെ ഒടുവിൽ എൻ്റെ ടോക്കൺ എത്തിയിട്ടുണ്ട്. അവിടെ ചെന്നിട്ട് ഞാനും ആ ചേച്ചിയിരുന്ന് കുത്തിയിരുന്ന് എന്തിനു വേണ്ടി ഫയൽസാണ് അപ്ലോഡ് ചെയ്യുന്നത് ഞങ്ങൾക്ക് 2 പേർക്ക് മാത്രം അറിയാം. പിന്നെ മറ്റൊരു കാര്യം പറയാമല്ലോ, നമ്മളൊരു കാര്യത്തിന് വേണ്ടി പുറപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ആധാരം വരെ നമ്മൾ എടുത്തിരിക്കണം. എന്നാൽ മാത്രമേ നമുക്കെല്ലാം കറക്റ്റായിട്ട് സെറ്റാവും. പിന്നെ അതെല്ലാം സെറ്റാക്കിയിട്ട് നേരെ ഞാൻ പോയത് ഇന്നെൻ്റെ ഇംപ്ലാൻറ്റ് ചെയ്യേണ്ട ദിവസമായിരുന്നു. ചവറ വരെ പോകുന്നത് കൊണ്ട് ഞാൻ ഇന്ന് ബസ്സിലാണ് പോയത്. സത്യം പറഞ്ഞാൽ ഈ കുട ചൂടിട്ടൊന്നും ഒരു കാര്യമില്ല, അമ്മാതിരി വെയിലായിരുന്നു. എൻ്റെ മുന്നിൽ കൂടെ പോകുന്ന ആൻറ്റി ഉണ്ടല്ലോ, ആ വെയിലത്ത് കുട പോലും ചൂടാതെ നല്ല സ്പീഡിനാണ് പോയത്. ആ ആൻറ്റിയുടെ സ്പീഡിനകത്ത് എനിക്ക് പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ നേരെ ഹോസ്പിറ്റലിൽ കയറി അവിടെ ചെന്നപ്പോഴും നിറച്ച ആൾക്കാരുണ്ടായിരുന്നു. ബോറടി മാറാനായിട്ട് ഫിഷ് ടാങ്ക് കിടന്ന മീനിൻ്റെ എണ്ണം അവിടെ നിന്ന് ഞാൻ കറക്റ്റായിട്ട് എണ്ണിയെടുത്തു. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും എൻ്റെ വിളി വന്നു. പതിവ് പോലെ ഇന്ന് പാറു ഇല്ല കൂടെ. പാറുവിന് വേറൊരു ഡേറ്റാണ് കൊടുത്തേക്കുന്നത്. എനിക്ക് ഒറ്റ ഇംപ്ലാൻ്റ് ഉള്ളൂ. പക്ഷേ ഇംപ്ലാൻ്റ് എന്താണെന്നുള്ള കാര്യം പിന്നെയാണ് ഞാൻ മനസ്സിലാക്കിയത്. അവിടുന്ന് നേരെ ബസ് കയറി ഞാൻ നേരെ പോയത് ഒരു ഷാർജ കുടിക്കാനായിട്ടാണ്. കാര്യം ഈ ഇംപ്ലാൻറ്റ് ചെയ്തിട്ട് ഒന്നും മിണ്ടാൻ പോലും പറ്റില്ലായിരുന്നു. പിന്നെ അവിടെ ഒരു ഷാർജയും 2 പാക്കറ്റ് നൂഡിൽസും കൂടെ വാങ്ങിച്ചിട്ടാണ് പോയത്. സത്യം പറഞ്ഞാൽ അത് രണ്ടും തിന്നാൻ മാത്രമേ ഇപ്പം എനിക്ക് ഈ പല്ലുമായിട്ട് പറ്റത്തുള്ളൂ. അവിടെ നിന്ന് എന്തായാലും വെയിലൊക്കെ കൊണ്ട് കരിഞ്ഞൊരു വിധമായി. എന്തായാലും ബാക്കി വിശേഷം പുറകെ പറയാം. സീ യു സൂൺ.